പറഞ്ഞിടത്തോളം മതി. വേറെ എന്തോളം പറഞ്ഞു? വേറെ നമ്മളെ മാത്രമല്ല പറയണം, നമ്മുടെ കുടുംബത്തിനെയും പറയുന്നുണ്ട്. കൊടുങ്ങാവിളക്കാര് മൊത്തം മടിയന്മാരാണ്. ആ എന്തേ മടിയന്മാരാണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലല്ലോ. കഴിക്കേച്ചി, എനിക്കറിയാം. നല്ല തോരന. അതെനിക്ക് വേണ്ട. നല്ല തോരനാണെങ്കിൽ ദേ എൻ്റെ ആങ്ങള ചോര നീരാക്കി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് എനിക്കുള്ള അധികാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ വേറെ ആർക്കും. അധികാരമൊക്കെ കുഴപ്പമില്ല, നല്ലത് തന്നെ. പക്ഷെ നീ കൊടുങ്ങാവളക്കാരെ പറ്റി എന്തോ പറഞ്ഞല്ലോ, അതെന്താണ്? കൊടുങ്ങാവിളക്കാര് മൊത്തം മടിയന്മാരാന്ന്. എന്താ വ്യത്യാസം? എന്ത് മടി? ഞങ്ങള് വീരശൂര പരാക്രമമാണ് കുടുംബത്തിലുള്ളത്. പരാക്രമം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മര്യാദക്ക് ജോലിക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അത് പണി വരുന്നതനുസരിച്ച് പോകും. പണി വരുന്നതനുസരിച്ച് ഉണ്ട പോകും നീ. ഒന്നല്ലെങ്കിൽ ടൂൾ ബോക്സ് വിൽക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ആവശ്യം അതിന് മാത്രം പണിക്ക് പോകും. എന്നിട്ട് അതുകൊണ്ട് പോയി പുട്ടടിക്കും. അതല്ലാതെ നീ എന്താ ചെയ്യണത്? നിങ്ങൾ മുഖം പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇവന്റെ മൂത്തതാ. ഞാൻ എന്റെ മൂത്തതാണ്. ആ മൂപ്പല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ജോലി? നിങ്ങളുടെ കൊച്ചിനോട് ഒരാൾ ചോദിക്കുക എന്താ മോളുടെ അച്ഛന്റെ ജോലി എന്ന് വെച്ചാൽ ആ കൊച്ചെന്ത് പറയും? അതെ, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരാണ് ഞാനെന്ന് എന്റെ മോക്ക് നന്നായിട്ട് അറിയാം. 10 പേരോട് പറയാൻ പറ്റുന്ന ജോലിയാണോ അത്? ആണോ? നിങ്ങളുടെ കുടുംബം മൊത്തം മടിയന്മാരാ. നിർത്തിക്കേ. ഇവർ രണ്ടുപേരും മടിയന്മാരാ. അപ്പൊ ഞാനോ? അതെ, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പൊ ഞാനല്ലേ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത്? അതെന്താ ചേച്ചി കാണാത്തത്? ഇറക്കട്ടെ. ഇറക്കിയിട്ട് പറഞ്ഞാ മതി. സമയമെടുക്കും. പറയാം. നീ എന്ത് പണി ചെയ്യുന്നത്? ചൂലെടുത്ത് 4 വര വരയ്ക്കുന്നതോ? എന്റെ അമ്മ പാവം, എന്റെ അമ്മ ചെയ്യും, എന്റെ ആങ്ങളെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മള് ഡാൻസ് പഠിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു തിത്തക്കം എന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. എന്നിട്ട് അവിടെ പോയി 4 ചാട്ടം. അതാണ് ജോലി. വായിരിക്കുന്നത് കേൾക്കുവേ. വായിരിക്കട്ടെ. ഞാൻ തിരിച്ചു ചേട്ടാ ഇല്ലേ 2 കൈ കൊട്ടിയപ്പോലെ ശബ്ദം കേട്ടോളൂ അല്ലേ? അതുകൊണ്ട് ഒരു കൈ വെച്ചോണ്ട് മിണ്ടാതിരിക്കുക. പക്ഷെ ഒരു കർണത്തെ അടിച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ കർണം ഞാൻ കാണിച്ചു കൊടുക്കൂല. അത്രയും വിശാല മനസ്സൊന്നും എനിക്കില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട. നമുക്കൊരു മാന്യത ഉണ്ട്, അതാ ഞാൻ കാത്തു സൂക്ഷിക്കാം. കനകൻ ശരിയാക്കി തരാടി. നിന്നെ നിങ്ങളെ ശരിയാക്കി തരും ഞാൻ. കണ്ട, ഞാൻ എന്തെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. ഇപ്പൊ യക്ഷി എന്തൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കും ചോദിക്കാൻ പറ്റാ. അപ്പൊ നമുക്കറിയാം എന്താ ഏട്ടൻ വന്ന് എന്നെ വല്ല പറഞ്ഞു. അവയില്ലടി, അവളെ വായിരിക്കണം കേട്ടോണ്ട നമുക്ക് എന്താണ്? ഇല്ല, വരുന്നില്ല. വരുന്നില്ലെന്നേ. പ്രശ്നമാ? എന്ത് പ്രശ്നം? ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നം തീർക്കാൻ ഞാൻ ഇനി വരത്തില്ല. വിട്. പ്രശ്നമല്ലേ? വന്നേ വിട്. എന്റെ പൊന്നല്ലേ. എന്താണ്